16-ാം നൂറ്റാണ്ടിലെ വടക്കൻ മലബാർ. നാദാപുരം ചന്തയിലേക്ക് നീളുന്ന മൺപാതയിലൂടെ രണ്ടുപേർ നടന്നു പോകുന്നു. ആഭരണങ്ങൾ അണിഞ്ഞ് പട്ടുചേലയിൽ ആരെയും മയക്കുന്ന അഴകോടെ ഒരു സ്ത്രീ മുന്നിൽ, വിയർത്ത് കുളിച്ച് പേടിയോടെ ഒരു പുരുഷൻ പിന്നിൽ. പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് ആയുധങ്ങളുമായി കുറച്ചുപേർ ചാടി വീണു. ആ പ്രദേശത്തെ മുഴുവൻ വിറപ്പിച്ചിരുന്ന ഒരു തെമ്മാടിക്കൂട്ടം. ആ സ്ത്രീയുടെ അഴക് കണ്ട് മതിമറന്ന സംഘത്തലവൻ അവളോട് പറഞ്ഞു, നിന്നോളം അഴകുള്ള ഒരു പെണ്ണിനെ നാളിതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇനി മുതൽ നീ എൻ്റെ കിടക്കയിൽ അന്തി ഉറങ്ങിയാൽ മതി. അവളെ പിടിക്കാനായി അയാൾ കൈകൾ നീട്ടിയതും അവളുടെ ശ്വാസഗതിക്ക് വേഗത കൂടി. കണ്ണുകൾ ജ്വലിച്ചു. പെട്ടെന്ന് അവളുടെ വലം കൈ അരയിൽ ചുറ്റിയിരുന്ന കാരുരുമ്പിൽ തീർത്ത ഉറുമിയിലേക്ക് നീണ്ടു. ഒറ്റവലി. വായുവിൽ ഒരു വലിയ ചൂളമടി ഒച്ചയോടുകൂടി 15 അടി നീളമുള്ള ഉറുമി വട്ടം കറങ്ങി. വളകൾ കിലുങ്ങി അവളുടെ കയ്യിൽ ആ ഉറുമി വജ്രം പോലെ നിന്ന് തിളങ്ങി. അവൾ പെരുവിരലിൽ ഊന്നി വായുവിലേക്ക് ഉയർന്നു പൊങ്ങി. ആ നിമിഷങ്ങളിലാണ് അവൾ ആരാണെന്ന സത്യം ആ തെമ്മാടികൾ തിരിച്ചറിയുന്നത്. ഉണ്ണിയാർച്ച, അവർ പേടിയോടെ സ്വയം പറഞ്ഞു. പുത്തൂരം പുത്രി ഉണ്ണിയാർച്ച, വടക്കൻ പാട്ടിലെ ഇതിഹാസമായ പേര്. കരുത്തിന്റെ, തൻ്റെ ഇടത്തിന്റെ പെൺരൂപം ഉണ്ണിയാർച്ച. കടത്തനാട്ടെ തീയ സമുദായത്തിൽപ്പെട്ട പുത്തൂരം വീട് തറവാട്ടിലെ അംഗമായിരുന്നു ആർച്ച. കടത്തനാടിന്റെ, അതായത് ഇന്നത്തെ വടകരയുടെ കിഴക്കേ അറ്റത്തായിരുന്നു പുത്തൂരം വീട്. ചേകവന്മാരുടെ കുടുംബം. വടക്കൻ കേരളത്തെ നാടുവാഴികൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ സ്വന്തമായി യുദ്ധം ചെയ്യാറില്ലായിരുന്നു. പകരം അവർക്ക് വേണ്ടി പോരിനിറങ്ങിയിരുന്നത് അഥവാ അംഗം വെട്ടിയിരുന്നത് ഈ ചേകവന്മാരാണ്. ജീവൻ പണയം വെച്ചുള്ള ഒരു ഏർപ്പാട്. ജയിച്ചാൽ പണവും പദവിയും, തോറ്റാൽ മരണം. അതാണ് അംഗത്തിന്റെ അലംഘനീയമായ നിയമം. പുത്തൂരം വീട്ടിലെ കാരണവരായ കണ്ണപ്പൻ ചേകവരുടെ മകളാണ് ഉണ്ണിയാർച്ച. അന്ന് പെൺകുട്ടികൾ അധികം കളരിയിൽ ഇറങ്ങാത്തൊരു കാലമാണ്. പക്ഷേ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ആർച്ച പയറ്റിന്റെ പാഠങ്ങൾ കണ്ടും കേട്ടും പഠിച്ചു തുടങ്ങിയിരുന്നു. രാവിലെ പുത്തൂരം വീട് ഉണരുന്നത് കളരി അഭ്യാസത്തിന്റെ ശബ്ദവും താളവും കേട്ടുകൊണ്ടായിരിക്കും. ആർച്ച വളരെ ആവേശത്തോടുകൂടി എഴുന്നേറ്റ് കളരിയിലേക്ക് ഓടും. അവിടെ എന്താണ് സംഭവിക്കുകയെന്നറിയാനുള്ള ഒരു കൗതുകമാണ് ആ കുഞ്ഞു മനസ്സ് നിറയെ. ചേകവന്മാരുടെ പരിശീലനത്തിന്റെ താളത്തിനൊത്ത് തൻ്റെ കുഞ്ഞു പാദങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് അവൾ നടക്കും. തൻ്റെ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾ പാടത്തും പറമ്പിലും ഓടി നടക്കുമ്പോൾ ആർച്ച അച്ഛൻ്റെ കളരിയിൽ ചെന്ന് അവിടെയുള്ള വാളും പരിചയും ഉറുമിയൊക്കെ കൗതുകത്തോടെ തൊട്ടു നോക്കുമായിരുന്നു. ഇത് പലപ്പോഴായി കണ്ണപ്പ ചേകവർ കാണാനുമിടയായി. മൂർച്ചയുള്ള ആയുധങ്ങൾ ഇത്തിരിയില്ലാത്ത തൻ്റെ മോള് തൊട്ടു നോക്കുന്നത് കാണുമ്പോൾ ഏതൊരു അച്ഛനും ദേഷ്യം വരിക വളരെ സ്വാഭാവികമാണ്. പക്ഷെ കണ്ണപ്പ ചേകവർക്ക് ദേഷ്യമല്ല, മറിച്ച് പറഞ്ഞറിയിക്കാനാകാത്ത അഭിമാനമാണ് തോന്നിയത്. ചേകവരുടെ ചോരയ്ക്ക് അതിൻ്റെ ഗുണം കാണിക്കാതിരിക്കാൻ സാധിക്കുമോ? അത് ആണായാലും പെണ്ണായാലും അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പിന്നീട് അച്ഛനും മകളും വെളിച്ചം വീഴും മുമ്പേ കളരിയിൽ പരിശീലിക്കാൻ തുടങ്ങി. അവളൊരു പെൺകുട്ടിയല്ലേ, എന്തിനാ ഇതൊക്കെ പഠിപ്പിക്കുന്നത് എന്നിങ്ങനെ ചോദ്യമായി പലരും നെറ്റി ചൊളിച്ചു. ജാതി വ്യവസ്ഥയും ആൺകൊയ്മയും ഒക്കെ കുടികുത്ത് വാണിരുന്നൊരു നൂറ്റാണ്ടായിരുന്നു അത്. കളരിയും അംഗവും ഒക്കെ ഒരു പെണ്ണിന് സ്വപ്നം പോലും കാണാൻ സാധിക്കാത്തൊരു കാലഘട്ടം. കണ്ണപ്പ ചേകവർ തന്റെ മകളെ എല്ലാ അടവുകളും പഠിപ്പിച്ചു. അതിനെതിരെ ഒച്ച വയ്ക്കാനും എതിരിടാനും ആളുകൾ മുന്നോട്ട് വന്നു. പക്ഷേ ആ അച്ഛൻ അതൊന്നും വകവച്ചില്ല. കളരിമുറ്റത്ത് അവർ അച്ഛനും മകളുമല്ല, കാർക്കശക്കാരനായ ഒരു ഗുരുവും ലക്ഷ്യബോധമുള്ള ഒരു ശിഷ്യയുമായിരുന്നു. ആർച്ചയുടെ ചുവടുകൾ പിഴയ്ക്കുമ്പോൾ കണ്ണപ്പ ചേകവർ പറയും, ആർച്ചേ, പുത്തൂരം വീട്ടിലെ പെണ്ണുങ്ങൾ കണ്ണുനീര് ആയുധമാക്കരുത്. വാളിന്റെ മൂർച്ചയല്ല, മനസ്സിന്റെ ഉറപ്പാണ് അംഗത്തിൽ ജയം നിശ്ചയിക്കുന്നത്. പെൺകുട്ടികൾക്ക് വഴങ്ങാത്ത ഒരു അഭ്യാസമുറ പോലും ഇല്ലെന്ന് അദ്ദേഹം അവളെ പഠിപ്പിച്ചു. ഒരിക്കൽ രാത്രി കളരിയിൽ ഒറ്റയ്ക്ക് പരിശീലിക്കുകയായിരുന്നു ഉണ്ണിയാർച്ച. ഈ രാത്രിയിലും എന്തേ കളരിയിൽ വെളിച്ചമെന്ന് ചിന്തിച്ച് ചേകവർ ചെന്നപ്പോൾ കണ്ടത് 32 അടി കളരിയിൽ ആകാശത്ത് മിന്നൽ പിണൽ പോലെ ഉറുമി വീശുന്ന ആർച്ചയാണ്. മകളുടെ മെയ്വഴക്കം കണ്ട് ചേകവർ അത്ഭുതപ്പെട്ടു പോയി. തൻ്റെ കാലം കഴിഞ്ഞാലും തൻ്റെ ചോര കടത്തനാടൻ മണ്ണിൽ എക്കാലവും ഒരു തീപ്പൊരിയായി അവശേഷിക്കുമെന്ന് കണ്ണപ്പൻ ചേകവർ അഭിമാനം കൊണ്ടു. മൂത്ത സഹോദരൻ ആരോമലിനെയായിരുന്നു ആർച്ച ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത്. കുഞ്ഞനിജത്തെ പരിശീലിപ്പിച്ചും പരിക്ക് പറ്റുമ്പോൾ അവളെ പരിചരിച്ചും ആരോമൽ എന്നും ആർച്ചയുടെ നിഴലായി കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവളുടെ കാര്യത്തിൽ ആരോമലിനുണ്ടായിരുന്ന കരുതൽ ഒരിക്കലും പിരിയാൻ പറ്റാത്ത രീതിയിൽ ആർച്ചയെ തന്റെ ജ്യേഷ്ഠനോട് അടുപ്പിച്ചു. കുട്ടിയായ ആർച്ചയുടെയും ആരോമലിന്റെയും ഒപ്പം ബാല്യം തൊട്ടേ കളരിമുറകൾ പരിശീലിച്ച ഒരു മൂന്നാമൻ കൂടി ഉണ്ടായിരുന്നു. സാക്ഷാൽ ചന്തു, തച്ചോളി ഒതേനന്റെ മരുമകൻ. ഒരിക്കൽ പാണന്മാർ വീരകഥകൾ പാടി വാനോളമുയർത്തിയ, പിന്നീട് അവർ തന്നെ ചതിയുടെ കഥകൾ പാടി എറിഞ്ഞു വീഴ്ത്തിയ ചന്തു. ഒരുമിച്ച് കളിച്ചും കളരി അഭ്യസിച്ചും ആരോമലും ആർച്ചയും ചന്തുവും വളർന്നു. അന്ന് തൊട്ടേ ആർച്ചയോട് ചന്തുവിനൊരു പ്രത്യേക അടുപ്പം തോന്നിയിരുന്നു. ആർച്ച കളരിയിൽ പരിശീലിക്കുമ്പോൾ ചന്തു നോക്കി നിൽക്കും. അവൾക്ക് ആയുധമെടുത്ത് കൊടുക്കാനും കൂടെ നടക്കാനും ചന്തു മത്സരിച്ചിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. പുത്തൂരം പാടം പൂത്തു തളിർത്തു നിൽക്കുന്നത് പോലെ ആർച്ച എന്ന കൗമാരക്കാരി വളർന്നു.
അവളുടെ അംഗലാവണ്യവും മുഖശ്രീയും നാട്ടിലെ കുമാരന്മാരെ മോഹിപ്പിച്ചു തുടങ്ങി. അവർ ആർച്ചയെ സ്വപ്നം കാണാൻ തുടങ്ങി. പക്ഷേ ഒരാൾക്ക് പോലും ആർച്ചയുടെ നേരെ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അവൾക്ക് ഇഷ്ടപ്പെടാത്തത് വല്ലതും പറഞ്ഞാൽ തിരിച്ച് 2 കാലിൽ വീട്ടിൽ പോകില്ല എന്ന് അവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോഴും ചന്തുവിന് മനസ്സിലെ ഇഷ്ടം കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. ഒരിക്കൽ വടകര ചന്തയിൽ നിന്നും മടങ്ങുകയായിരുന്ന ഒരു പ്രമാണി വഴിയിൽ വെച്ച് ആരോമലിനെയും ചന്തുവിനെയും കണ്ടു. അപ്പോഴേക്കും ആർച്ചയുടെ കളരി പരിശീലനത്തിന്റെ കഥ നാട്ടിലാകെ പരന്നിരുന്നു. പുത്തൂരം വീട്ടിലെ പെൺകുട്ടിക്ക് ആയുധം എന്തിനാ? അടുക്കളയിൽ നിർത്തിയാ പോരെ? കെട്ടിച്ചയക്കുന്ന വീട്ടിൽ കഠാര എടുക്കില്ല എന്ന് ആര് കണ്ടു? അയാൾ ചോദിച്ചു. അയാളുടെ ചോദ്യം ആരോമലിന്റെ ചോര തിളപ്പിച്ചു. പക്ഷെ ഒന്നും പറയാൻ വയ്യല്ലോ, പ്രമാണിയായിപ്പോയില്ലേ. ആരോമൽ ദേഷ്യം കടിച്ചു പിടിച്ചു നിന്നു. പക്ഷേ ചന്തുവിന് ദേഷ്യം നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അവൾ പുത്തൂരം വീട്ടിലെ ആരോമലിന്റെ പെങ്ങളാണ്. അവൾ ഏതെങ്കിലും അടുക്കളയിൽ ഒതുക്കിക്കൂടാൻ ആരും വിചാരിച്ചിട്ട് കാര്യമില്ല. അത് അവൾ കൂടെ സമ്മതിക്കണം. ചന്തുവിന്റെ വാക്കുകൾ കേട്ട് പ്രമാണിയുടെ മുഖം വാടുന്നത് ആരോമൽ ആസ്വദിച്ചു. അവന് ചന്തുവിന്റെ കാര്യത്തിൽ അഭിമാനം തോന്നി. ആർച്ചയെ കാണാൻ മാത്രമായി പരിശീലനം ഇല്ലാത്ത ദിവസങ്ങളിലും ചന്തു പുത്തൂരം കളരിയിൽ എത്തുമായിരുന്നു. അവളുടെ സൗന്ദര്യവും കളരിയിൽ കാണിക്കുന്ന വീര്യവും അസാമാന്യമായ മെയ്വഴക്കവും ചന്തുവിന്റെ ഉറക്കം കെടുത്തി. ആർച്ചയെ സ്വന്തമാക്കാൻ ചന്തു ഉള്ളുരുകി ആഗ്രഹിച്ചു. ലോകനാർക്കാവിൽ വിളക്ക് വയ്ക്കുന്ന ആർച്ചയെ അവൾ അറിയാതെ അവൻ എത്രയോ ദിവസങ്ങൾ നോക്കി നിന്നു. അവളെ സ്നേഹിച്ചു. എന്നെങ്കിലും തന്റെ പ്രണയം ആർച്ചയോട് തുറന്നു പറയണമെന്നും ആർച്ച അത് സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും ചന്തു സ്വപ്നം കണ്ടു. ഈ സമയത്താണ് ഉണ്ണിയാർച്ചയുടെ കല്യാണക്കാര്യം പുത്തൂരം വീട്ടിൽ വലിയ ചർച്ചയാകുന്നത്. അതറിഞ്ഞ ചന്തു വളരെ അസ്വസ്ഥനായി. ആർച്ചയുടെ കല്യാണത്തെപ്പറ്റി ആരോമലിന് പക്ഷെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു തറവാട്ടിലേക്ക് ആർച്ചയെ അയക്കുന്നത് എങ്ങനെയാണച്ചാ? അവളുടെ കഴിവ് മനസ്സിലാക്കി അത് പ്രോത്സാഹിപ്പിക്കുന്ന ആൾ തന്നെ വേണ്ടേ? ആരോമൽ അച്ഛനോട് ചോദിച്ചു. ഇനിയും ആർച്ചയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ല എങ്കിൽ അവളെ എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് ചന്തു ഭയന്നു. ആരോമലിനോളം പോകുന്ന അഭ്യാസിയായ താനല്ലാതെ അവൾക്ക് മറ്റൊരു പുരുഷനെ ആലോചിക്കാൻ ആരോമൽ മുതിരില്ല എന്നും ചന്തു മനസ്സുകൊണ്ട് ധൈര്യപ്പെട്ടു. ധൈര്യം സംഭരിച്ച് ചന്തു തൻ്റെ മനസ്സിലെ ആ വലിയ മോഹം പറയാനായിട്ട് ചെന്നു. ആർച്ച ലോകനാർക്കാവിൽ തൊഴുത് മടങ്ങി വരുന്ന നേരമായിരുന്നു അത്. പുത്തൂരം പാടത്തിൻ്റെ അറ്റത്ത് ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് വെച്ച് ചന്തു ആർച്ചയുടെ വഴി തടഞ്ഞു. ആർച്ച ഒരു ചെറു ചിരിയോടെ ചന്തുവിനെ നോക്കി. ചന്തു വിറയ്ക്കുന്ന ചുണ്ടുകളോടുകൂടി പറഞ്ഞു, ആർച്ചേ, നിന്റെ കല്യാണക്കാര്യം വീട്ടിൽ ആലോചിക്കുന്നുണ്ടെന്ന് കേട്ടു. ആ, ഏട്ടനും അച്ഛനും അങ്ങനെ ഒരു ആലോചനയുണ്ട്. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? ചന്തുവിനിപ്പോൾ എന്താ അറിയണ്ടേ? ആർച്ച ചോദിച്ചതും ചന്തു ഒട്ടും താമസിയാതെ തൻ്റെ ഉള്ളിലുള്ളത് പറഞ്ഞു. എൻ്റെ ഭാര്യയായി നീ കൂടെ ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിന്നെ അത്രമേൽ ഇഷ്ടമാണ് എനിക്ക്. തൻ്റെ കഴിവിൽ ആർച്ചയ്ക്ക് മതിപ്പുണ്ടെന്ന് ചന്തുവിനറിയാം. ഈ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ ഉണ്ണിയാർച്ചയുടെ മറുപടി ചന്തുവിൻ്റെ സകലമാന പ്രതീക്ഷയും തകിടം മറിക്കുന്ന ഒന്നായിരുന്നു. ചന്തു എന്താ ഈ പറയുന്നത്? നിന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല. ഇത്രയും നാൾ പുത്തൂരം കളരിയിൽ ഞങ്ങളോടൊപ്പം അഭ്യാസം പഠിച്ചത് ഇതും മനസ്സിൽ വച്ചായിരുന്നല്ലേ? ഉണ്ണിയാർച്ചയുടെ കഴുത്തിൽ താലി ചാത്താൻ മാത്രം നീ വളർന്നെന്ന് തോന്നുന്നുണ്ടോ? അതും പറഞ്ഞ് ആർച്ച വീട്ടിലേക്ക് നടന്നു. ആർച്ചയുടെ വാക്കുകൾ മൂർച്ചയുള്ള അമ്പുകൾ പോലെ ചന്തുവിൻ്റെ നെഞ്ചിൽ തറഞ്ഞു കയറി. പക്ഷേ ചന്തു പിന്മാറാൻ തയ്യാറായില്ല. ആരോമൽ തൻ്റെ ആഗ്രഹം കേട്ടാൽ സമ്മതിക്കുമെന്നും ഏട്ടൻ്റെ ഇഷ്ടത്തിന് ആർച്ച എതിർപ്പ് പറയില്ല എന്നും ചന്തു വിശ്വസിച്ചു. അങ്ങനെ ആരോമലിനെ കണ്ട് കാര്യം അവതരിപ്പിക്കാൻ ചന്തു പുത്തൂരം വീടിൻ്റെ പടി കയറുമ്പോഴാണ് അവിടെ ഒരു സംസാരം നടക്കുന്നത് ശ്രദ്ധിക്കുന്നത്. ആറ്റുമണന്മേൽ കുഞ്ഞിരാമൻ എന്ന പേര്. നല്ല അഭ്യാസിയാണ്. ആർച്ചയ്ക്ക് ഒത്ത ചെക്കൻ. കണ്ണപ്പൻ ചേകവർ ആർച്ചയുടെ കല്യാണക്കാര്യം ആരോമലിനോട് പറയുകയായിരുന്നു. ദൂരെ നിന്നും കേട്ടുവന്ന ചന്തുവിന് അത് വിശ്വസിക്കാനായില്ല. പക്ഷേ ആർച്ചയെ അത്ര പെട്ടെന്ന് വിവാഹം ചെയ്തു കൊടുക്കാൻ ആരോമൽ സമ്മതിക്കില്ല എന്നാണ് ചന്തു കരുതിയിരുന്നത്. എന്നാൽ സംഭവിച്ചതോ മറിച്ചായിരുന്നു. ആറ്റുമണന്മേൽ പേരുകേട്ട തറവാടാണ്. അവൾക്കും കൂടെ സമ്മതമാണെങ്കിൽ നമുക്കത് ഉറപ്പിക്കാച്ചാ. ആരോമലും തന്നെ ഇത്രയും നാളും പരിഗണിക്കുക പോലും ചെയ്തിരുന്നില്ല എന്ന് മനസ്സിലാക്കിയ ചന്തു ഞെട്ടി. ബാല്യം മുതൽ എൻ്റെ കൂടെ ഉണ്ടായിട്ടും എൻ്റെ മനസ്സെന്നറിയാൻ ഏട്ടനും കുഞ്ഞുമകൾക്കും പറ്റിയില്ല. കാണിച്ച സ്നേഹവും പരിഗണനയുമെല്ലാം വെറും നാട്യമായിരുന്നു അല്ലേ? അതുവരെ ചന്തുവിന് ആർച്ചയോട് അടങ്ങാത്ത പ്രണയവും ആരോമലിനോട് കടുത്ത സൗഹൃദവുമായിരുന്നു. പക്ഷേ ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അതൊരു ആളിക്കത്തുന്ന പകയായി രൂപം മാറുകയായിരുന്നു. തന്നെ അപമാനിച്ച പുത്തൂരം വീടിനോടും ആർച്ചയോടുമുള്ള വലിയൊരു പ്രതികാരമായി ആ പക ചന്തുവിൻ്റെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടേയിരുന്നു. വടക്കൻ പാട്ടുകളിൽ ചന്തു എന്ന പേര് ചതിയന്റെ പര്യായമായി മാറാൻ തുടക്കമിട്ടത് ഇവിടെ നിന്നാണ്. അങ്ങനെ കുഞ്ഞിരാമനുമായി ആർച്ചയുടെ വിവാഹം നിശ്ചയിച്ചു. പുത്തൂരം വീട് വലിയൊരു ആഘോഷത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. വിവാഹ ദിവസം സ്വർണവും പട്ടുപുടവയും അണിഞ്ഞ് മണ്ഡപത്തിലേക്ക് ആർച്ച നടന്നു. പക്ഷേ അപ്പോഴും ആർച്ചയുടെ മനസ്സ്
കളരിക്കുള്ളിലായിരുന്നു. തന്റെ പ്രിയപ്പെട്ട ആയുധമായ ഉറുമി ഉപേക്ഷിച്ചു പോകാൻ അവൾ ഒരുക്കമായിരുന്നില്ല. ആർച്ച സങ്കടത്തോടെ കളരിയുടെ ഭാഗത്തേക്കൊന്ന് നോക്കി. കുഞ്ഞിരാമന്റെ കൈയും പിടിച്ച് പടിയിറങ്ങുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പുതിയൊരു ജീവിതത്തിലേക്ക് ആർച്ച നടന്നു കയറി. അങ്ങനെ പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ച ആറ്റുമണമേൽ ഉണ്ണിയാർച്ചയായി. ആയുധങ്ങളുടെയും അങ്കംവെട്ടിന്റെയും ലോകത്തിൽ നിന്നും ആറ്റുമണമേൽ വീട്ടിലെ അടുക്കളയുടെ ലോകത്തേക്കുള്ള മാറ്റം വളരെ വലുതായിരുന്നു. അതിരാവിലെ ഉണരണം, മുറ്റമടിക്കണം, തൊഴുത്തിൽ പോകണം. ഒരു മരുമകൾ എങ്ങനെ ജീവിക്കണമെന്ന അന്നത്തെ നാട്ടില് ചില നിയമങ്ങളുണ്ടായിരുന്നു. ആർച്ച അതൊക്കെ യാതൊരു പരാതിയും കൂടാതെ ചെയ്തു തീർത്തു. അഭ്യാസിയായിരുന്നുവെങ്കിലും കല്യാണത്തിന് മുമ്പ് പറഞ്ഞു കേട്ടതുപോലെ കുഞ്ഞിരാമൻ അത്ര ധൈര്യശാലി അല്ലായിരുന്നു. വീട്ടിലെ പണികളൊക്കെ കഴിച്ച് ഒരു ദിവസം രാത്രി ആർച്ച മുറിയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് മുറിയിലേക്ക് എത്തിയ കുഞ്ഞിരാമൻ കാണുന്നത് തന്റെ ഉറുമി രാഗി മിനുക്കുന്ന ആർച്ചയാണ്. കുഞ്ഞിരാമൻ ഒന്ന് ഞെട്ടി. ഭർത്താവിന്റെ വീട്ടിലെത്തിയാൽ അടങ്ങി ഒതുങ്ങി കഴിയുന്നതല്ലേ ആർച്ചേ ഭാര്യയുടെ ധർമ്മം? കുഞ്ഞിരാമൻ മടിച്ചു ചോദിച്ചു. ആർച്ച ചിരിച്ചുകൊണ്ട് കുഞ്ഞിരാമനെ നോക്കി. ആ നോട്ടത്തിൽ തന്നെ അയാൾക്ക് കാര്യം മനസ്സിലായി. ആർച്ചയെ തിരുത്താൻ നിൽക്കരുത്. അയാൾ പിന്നീട് ഒന്നും പറഞ്ഞില്ല. പേടിയോടെയാണെങ്കിലും പിന്നീട് ആർച്ചയുടെ ആവശ്യങ്ങൾക്ക് അയാൾ ഒരിക്കലും തടസ്സവും പറഞ്ഞില്ല. കുഞ്ഞിരാമൻ അവളെ വലിയ സ്നേഹമായിരുന്നു. എന്നാൽ അവളുടെ ധൈര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളിലൊരു പേടിയും ഉണ്ടായിരുന്നു. ഭർത്താവിന്റെ വീട്ടിലെത്തിയ സ്ത്രീകൾക്ക് സ്വന്തമായി ആഗ്രഹങ്ങൾ പാടില്ലെന്ന് വിശ്വസിച്ചിരുന്ന കാലമായിരുന്നല്ലോ അത്. സ്വന്തം അമ്മായിമ്മയ്ക്ക് പോലും മരുമകൾ ഒരു പോരാളിയാണെന്ന് കേൾക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. അടങ്ങിയൊതുങ്ങി കഴിയുന്ന ഒരു ഭാര്യയായിരുന്നിരിക്കാം ഒരുപക്ഷെ കുഞ്ഞിരാമനും ആഗ്രഹിച്ചിരുന്നത്. മാസങ്ങൾ പലത് കഴിഞ്ഞു. പകൽ വെളിച്ചത്തിൽ ആർച്ച എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഒരു സാധാരണ മരുമകളായി ജീവിച്ചു പോന്നു. എന്നാൽ അവൾ തന്റെ വ്യക്തിത്വം ആർക്കും അടിയറവ് വയ്ക്കാൻ തയ്യാറായിരുന്നില്ല. തന്റെ അരയിൽ ആ ഉറുമി അവൾ എപ്പോഴും ഭദ്രമായി ഒളിച്ചു വെച്ചു. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ആർച്ച മുറിയിൽ നിന്നിറങ്ങും. തറവാടിന്റെ അങ്ങേ തലക്കിലേക്ക് നടക്കും. കൂട്ടിനൊരു വേലക്കാരിയും ഉണ്ടാകും. വേലക്കാരിയെ കാവൽ നിർത്തി പിന്നെ പുലരുവോളം കളരി പരിശീലനമാണ്. ഒടുവിൽ വീട്ടുകാരുണരാൻ നേരമാകും. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിരാമന്റെ അടുത്ത് പോയി കിടക്കും. പുറമേ ശാന്തമായിരുന്നെങ്കിലും ഉണ്ണിയാർച്ചയുടെ ഉള്ളിലെ ആ വലിയ പോരാളി ഒരിക്കലും ഉറങ്ങിയിരുന്നില്ല. അങ്ങനെയിരിക്കെ അല്ലിമലർക്കാവിൽ പൂരം കൊടിയേറുകയാണ്. മാസങ്ങളോളം വീട്ടിൽ തന്നെ ഒതുങ്ങി ജീവിക്കുകയായിരുന്ന ആർച്ചയ്ക്ക് പൂരം കാണാൻ കൊതിയായി. നേരം വെളുക്കുമ്പോൾ തന്നെ ആർച്ച കുഞ്ഞിരാമന്റെ അച്ഛന് കുടിക്കാനുള്ള കഞ്ഞിയുമായി അദ്ദേഹത്തിന്റെ മുറിയുടെ വാതിൽക്കലെത്തി. വാതിലിൽ മുട്ടി. ആരാ വാതിൽക്കൽ നിന്നും വിളിക്കുന്നതെന്ന് അച്ഛൻ ചോദിച്ചു. കുടിക്കാൻ കഞ്ഞി കൊണ്ടുവന്നതാണെന്ന് ആർച്ച. നേരം പുലർന്നില്ലല്ലോ, കഞ്ഞി കുടിക്കാൻ സമയമായോ? അമ്മായിയച്ഛന്റെ ചോദ്യത്തിന് ആർച്ച മറുപടി നൽകിയത് സ്വന്തം ആവശ്യം പറഞ്ഞുകൊണ്ടായിരുന്നു. പുത്തൂരം വീട്ടിൽ നിന്ന് പോന്നേ പിന്നെ കാഴ്ചയും വേലയും കണ്ടിട്ടില്ല. അല്ലിമലർക്കാവില് കൂത്താണ്, അഞ്ഞനക്കാവില് വേലയും. അയലത്തെ പെണ്ണുങ്ങളൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്കും പോകാനൊരാശ. ആരാ നിനക്ക് തുണ വരിക? അച്ഛൻ ചോദിച്ചു. അങ്ങനെ വലിയ മോഹങ്ങളൊന്നും വേണ്ട കേട്ടോ പെണ്ണുങ്ങൾക്ക്. അമ്മായച്ചന്റെ സംസാരം കേട്ടതും ദേഷ്യം കൊണ്ട് ആർച്ചയുടെ ഞരമ്പുകൾ മുറുകി. പക്ഷെ അത് നിയന്ത്രിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, കുഞ്ഞിരാമേട്ടൻ വരും. അത് കേട്ടതും അമ്മായച്ചന് ദേഷ്യവും പേടിയും ഒരുമിച്ച് വന്നു. നാദാപുരം ചന്താന്ന് കേട്ടിട്ടുണ്ടോ നീ? വളരക്കോട്ട അങ്ങാടിനെ പറ്റി കേട്ടിട്ടുണ്ടോ നീ? തെമ്മാടികൾ വാഴുന്ന സ്ഥലം അത്. സ്ത്രീകളെ കണ്ട അവർ വെറുതെ വിടില്ല. കുഞ്ഞിരാമനെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. നീ ഇപ്പൊ എവിടെയും പോണ്ട. അയാൾ പറഞ്ഞതിന് മറുപടി പറയാതെ ഉണ്ണിയാർച്ച മുറിയിലേക്ക് നടന്നു. പിന്നെ കാണുന്നത് പട്ടുടുത്ത് കുറി തൊട്ട് ആഭരണങ്ങളൊക്കെ ഇട്ട് പുറത്തേക്ക് വരുന്ന ആർച്ചയാണ്. പോകണ്ട എന്ന വിലയ്ക്ക് പോവുക തന്നെ ചെയ്യും. കുഞ്ഞിരാമേട്ടൻ വരണുണ്ടോ ഇല്ലയോ, അതോ ഞാൻ ഒറ്റയ്ക്ക് പോകണോ? അവളുടെ പ്രഖ്യാപനം കുഞ്ഞിരാമനെ കുഴപ്പത്തിലാക്കി. ഒറ്റയ്ക്ക് പോയി ആർച്ചയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ പുത്തൂരം വീട്ടുകാർ തന്നെ ജീവനോടെ വയ്ക്കില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അയാൾ വരാൻ സമ്മതിച്ചു. നാടുവാഴികളും പ്രമാണിമാരും മുതൽ സാധാരണക്കാർ വരെ ഒത്തുകൂടുന്ന വലിയൊരു ഉത്സവമാണ് അല്ലിമലർക്കാവിലെ പൂരം. എന്നാൽ അവിടേക്കുള്ള വഴി അത്ര സുരക്ഷിതമായിരുന്നില്ല. വിജനമായ കാട്ടുപാതകളിൽ ജോനകന്മാരുടെ ശല്യം പതിവായിരുന്നു. രാജാവിനെ പോലും അനുസരിക്കാത്ത കൂട്ടരാണ്. പെണ്ണുങ്ങൾക്ക് ഒറ്റയ്ക്കോ കൂട്ടമായോ ആ വഴി പോകാൻ പറ്റില്ല. തടഞ്ഞു നിർത്തി അപമാനിക്കുക, ആഭരണങ്ങൾ മോഷ്ടിക്കുക, ഇതൊക്കെ അവിടെ പതിവായിരുന്നു. ഇതറിയാവുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിരാമന്റെ അമ്മയും ആർച്ചയെ യാത്രയിൽ നിന്ന് വിലക്കാൻ ഒത്തിരി ശ്രമിച്ചു. വേണ്ട മോളെ, ആ വഴിക്ക് പോകുന്നത് അപകടമാണ്, പ്രത്യേകിച്ചും പെണ്ണുങ്ങൾക്ക്. അവർ പലവട്ടം പറഞ്ഞു നോക്കി. പെണ്ണാണെന്ന് കരുതി വഴിമാറി നടക്കാനോ ഭയന്ന് വീട്ടിലിരിക്കാനോ പുത്തൂരം വീട്ടിലെ കളരിയിൽ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ആർച്ചയുടെ മറുപടി. അവളുടെ സ്വഭാവം പോലെ തന്നെ അവളുടെ മറുപടിയും വളരെ മൂർച്ചയേറിയതായിരുന്നു. അങ്ങനെ അവർ യാത്ര തിരിച്ചു. നാദാപുരം ചന്തയുടെ അടുത്തെത്തിയതും 10ഓളം വരുന്ന ആയുധധാരികൾ അവരെ വഴിയിൽ തടഞ്ഞു നിർത്തി. ആഭരണങ്ങൾ അണിഞ്ഞു
അതീവ സുന്ദരിയായ ആർച്ചയെ നോക്കി അശ്ലീലം പറഞ്ഞത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. ആർച്ച ഉറുമി വീശി. അടുത്ത നിമിഷം ഒരു കൊടുങ്കാറ്റായി മാറുകയായിരുന്നു അവൾ. കളരിയിലെ ചുവടുകൾ, അസാമാന്യമായ മെയ്വഴക്കം, വായുവിൽ പാറിപ്പറക്കുന്ന മുടി. ആ ഉറുമി അവളുടെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലെ ചലിച്ചുകൊണ്ടിരുന്നു. മണ്ണിൽ പൊടിപടലങ്ങൾ ഉയർന്നു. തെമ്മാടികൾക്ക് തങ്ങളുടെ കയ്യിലുള്ള വാളുകളൊന്ന് വീശാൻ പോലുമുള്ള സമയം അവൾ നൽകിയില്ല. ഒന്നിനു മീതെ ഒന്നായി അവർ വീണുകൊണ്ടേയിരുന്നു. മാപ്പ് തമ്പുരാട്ടി, മാപ്പ്. പുത്തൂരം വീട്ടിലെ കുട്ടിയാണെന്ന് അടിയൻ അറിഞ്ഞില്ല. ഭയം എന്താണെന്ന് അതുവരെ അറിയാത്ത ആ സംഘം ജീവന് വേണ്ടി അലറി വിളിച്ചു. പുത്തൂരം വീട്ടിലെ ആർച്ചയെ തൊടാൻ നിന്റെ നിശ്വാസം പോലും ഭയക്കണം. നെഞ്ചും വിരിച്ച് നിന്നുകൊണ്ട് ആർച്ച അവരെ നോക്കി അലറി. വിയർപ്പ് കണങ്ങൾ അവളുടെ നെറ്റിയിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. തലവനോട് അവൾ ഭീഷണി സ്വരത്തിൽ പറഞ്ഞു, ഇനി ഈ വഴി പോകുന്ന ഒരു പെണ്ണിന്റെ മേൽ പോലും നിന്റെ ഒന്ന് നിഴൽ വീഴരുത്. വീണാൽ പിന്നെ നിന്നോട് സംസാരിക്കുന്നത് എൻ്റെ ഉറുമിയായിരിക്കും. ഇത്ര നേരം ഭയന്ന് മാറി നിന്നിരുന്ന ഭർത്താവിനെ നോക്കി അവളൊന്ന് പുച്ഛിച്ച് ചിരിച്ചു. എല്ലാവരും ജീവനം കൊണ്ട് ഓടിയ കാഴ്ച ആ ചന്തയിലുണ്ടായിരുന്നവരും പൂരം കാണാൻ പോകുന്നവരും അമ്പരപ്പോടെയാണ് നോക്കി നിന്നത്. ആർച്ചയുടെ വീരകഥകൾ നാട്ടിൽ കാട്ടുതീ പോലെ പരന്നു. ഓരോരുത്തരും ആർച്ചയെ ബഹുമാനത്തോടെ നോക്കുന്ന കാഴ്ച കണ്ട കുഞ്ഞിരാമൻ അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത്. തനിക്കൊരു ചെറുവിരൽ പോലും അനക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ചിന്ത കാരണം അയാൾക്ക് ആളുകളുടെ മുഖത്ത് നോക്കാൻ പോലും കഴിഞ്ഞില്ല. വടക്കൻ മലബാറിലെ ഓരോ തറവാടുകളിലും ഉണ്ണിയാർച്ച ഒരു സംസാര വിഷയമായി. പാതിരാത്രിയിൽ വിളക്കിന് ചുറ്റുമിരുന്ന മുത്തശ്ശിമാർ ആർച്ചയുടെ വീരഗാഥകൾക്ക് പുതിയ നിറങ്ങൾ നൽകി. വടക്കൻ പാട്ടുകളിൽ ഉണ്ണിയാർച്ച ഒരു പ്രധാന നായികയെ ഉദിച്ചുയരുകയായിരുന്നു. പാണന്മാർ തങ്ങളുടെ തുടികൊട്ടി തോളിൽ ഒരു ചെറിയ സഞ്ചിയും തൂക്കി നാടുതോറും നടന്ന ആർച്ചയുടെ പയറ്റുമുറങ്ങൾ പാടി നടന്നു. സമാധാനപരമായി പോയിരുന്ന ആർച്ചയുടെ ജീവിതത്തിലേക്കും പുത്തൂരം വീട്ടിലേക്കും വലിയൊരു കൊടുങ്കാറ്റ് വീശിയടിച്ചത് ഒരംഗത്തിന്റെ രൂപത്തിലായിരുന്നു. ഉണ്ണിക്കോനാരും ഉണ്ണിച്ചന്ദ്രരും തമ്മിൽ വലിയൊരു ഭൂമി തർക്കം ഉടലെടുത്തു. തർക്കം പരിഹരിക്കാനായി അംഗം വെട്ട് നടത്താൻ നാടുവാഴികൾ തീരുമാനിച്ചു. നമുക്ക് വേണ്ടി ആരോമൽ അംഗം വെട്ടട്ടെ, ഉണ്ണിക്കോനാർ പറഞ്ഞു. അങ്ങനെ ഉണ്ണിക്കോനാർക്ക് വേണ്ടി അംഗം വെട്ടാൻ നിയോഗിച്ചത് ആരോമൽ ചേകവരെയായിരുന്നു. പുത്തൂരം വീട്ടിൽ അതൊരു വലിയ പ്രതിസന്ധിക്ക് കാരണമായി. അംഗത്തിന് പോയാൽ ജീവനോടെ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല, നീ പോകണ്ട. സ്നേഹത്തോടുള്ള അമ്മയുടെ അഭ്യർത്ഥന ആരോമലിന് സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അംഗത്തിൽ നിന്ന് പിന്മാറുക എന്ന് പറഞ്ഞാൽ ചേകവന് മരണത്തിന് തുല്യമാണ്, ആരോമൽ പറഞ്ഞു. അംഗത്തിനായി ഇറങ്ങിയപ്പോൾ ആർച്ച തൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ കണ്ണീരോടെയാണ് യാത്ര അയച്ചത്. അവൾ സ്വന്തം കൈകൊണ്ട് തന്നെ അവന് കവചമണിയിച്ചു കൊടുത്തു. ഏട്ടൻ ജയിച്ചു വരും, അത് കാണാനായി ഞാൻ ഈ ഉമ്മറപ്പടിയിൽ തന്നെ കാത്തിരിപ്പുണ്ടാവും. അംഗം വെട്ടാനായി പോകുന്ന ചേകവനെ സഹായിക്കാനായി ഒരാൾ കൂടെ പോകാറുണ്ട്. പടക്കുറപ്പെന്നാണ് ആ സഹായിയെ വിളിച്ചിരുന്നത്. അതും ഒരു ചേകവർ തന്നെയായിരിക്കും. ആരോമലിന്റെ പടക്കുറപ്പായി നിയോഗിക്കപ്പെട്ടത് ചന്തു ആയിരുന്നു. അവിടെയാണ് ചന്തു തൻ്റെ ഉള്ളിലെ വൈരാഗ്യം തീർക്കാൻ അവസരം കണ്ടെത്തിയത്. വർഷങ്ങളായി പുത്തൂരം വീട്ടിൽ താൻ അനുഭവിച്ച അവഗണന, ആർച്ച നിരാകരിച്ച തൻ്റെ പ്രണയം, എല്ലാറ്റിനുമുപരി ആരോമലിനോടുള്ള തീവ്രമായ അസൂയ, ഇതെല്ലാം ചന്തുവിൻ്റെ മനസ്സിനെ പൂർണ്ണമായി ഒരു പ്രതികാരദാഹിയാക്കി മാറ്റിയിരുന്നു. പോരാട്ടം തുടങ്ങി. ആരോമലിൻ്റെ എതിരാളി അരിങ്ങോടൻ അതിശക്തനായൊരു യോദ്ധാവായിരുന്നു. വായുവിൽ ഉറുമികളും വാളുകളും കൂട്ടിമുട്ടി തീപ്പൊരി പറന്നു. ആളുകൾ ആവേശത്തിൽ ആർപ്പു വിളിച്ചു. ആരോമലിന്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ അരിങ്ങോടർക്ക് പിടിച്ചു നിൽക്കാനായില്ല. നീണ്ട പോരാട്ടത്തിനൊടുവിൽ ആരോമൽ അരിങ്ങോടരെ പരാജയപ്പെടുത്തുന്ന അവസ്ഥയിലെത്തി. അംഗം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ആരോമൽ വീശിയ ചുരികയുടെ പിടി പൊട്ടിപ്പോയി. ആരോമൽ ഞെട്ടലോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. മാറ്റു ചുരികതാ, ആരോമൽ അലറി. പക്ഷേ ചന്തു നിർവികാരനായി നോക്കി നിന്നതല്ലാതെ മറ്റൊന്നും ചെയ്തില്ല. ചുരികയുടെ പിടി പൊട്ടിപ്പോയത് യാദർശികമായി സംഭവിച്ചതല്ലായിരുന്നു എന്ന് ആരോമൽ തിരിച്ചറിഞ്ഞത് അപ്പോഴായിരുന്നു. ചന്തു നേരത്തെ തന്നെ ആ ചുരികയുടെ ആണി ഊരിമാറ്റി പകരം മരത്തിന്റെ ദുർബലമായ ആണി കൊണ്ട് അടിച്ചിരുന്നു. നിസ്സഹായനായ ആരോമലിനെ നോക്കി ചന്തു ഉള്ളിൽ ചിരിച്ചു. അവസരം മുതലാക്കിയ അരിങ്ങോടൻ നിരായുധനായ ആരോമലിനെ വെട്ടിവീഴ്ത്തി. മാരകമായി മുറിവേറ്റ ആരോമൽ തന്റെ അവസാനത്തെ കരുത്തുമെടുത്ത് കയ്യിലുണ്ടായിരുന്ന മുറിഞ്ഞ ആയുധവുമായി അരിങ്ങോടരെ നേരിട്ടു. അരിങ്ങോടർ അവിടെ മരിച്ചു വീണു. ചോര വാർന്ന് ബോധരഹിതനായ ആരോമൽ ചന്തുവിന്റെ മടിയിൽ കിടന്നാണ് നാട്ടിലേക്ക് മടങ്ങിയത്. എന്നാൽ വഴിമധ്യേ മയങ്ങിക്കിടന്നിരുന്ന ആരോമലിന്റെ മുറിവിൽ കുത്തി ചന്തു തന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു. ചോരയിൽ കുളിച്ച ആരോമലിന്റെ ജീവനറ്റ ശരീരം പുത്തൂരം വീട്ടിലെ മുറ്റത്തേക്ക് കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ ആ തറവാട് അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയി. ചുറ്റും കൂട്ടക്കരച്ചിലുകൾ ഉയർന്നു. എന്നാൽ ആർച്ച മാത്രം കരഞ്ഞില്ല. അവളുടെ കണ്ണുകൾ ചുവന്നു തുടുത്തിരുന്നു. ചുണ്ടുകൾ കോപം കൊണ്ട് വിറച്ചിരുന്നു. അവൾ മെല്ലെ
ആരോമലിന്റെ അടുത്തേക്ക് നടന്നു. അവന്റെ തണുത്തുറഞ്ഞ ശരീരത്തിൽ ആർച്ച കൈവച്ചു. ആ രക്തം അവളുടെ വിരലുകളിൽ പറ്റിപ്പിടിച്ചു. പെട്ടെന്ന് കിതച്ചുകൊണ്ട് ഒരാൾ ഓടി വന്നു. ആരോമൽ അദ്ദേഹത്തെ ചതിച്ചത് ചന്തുചേകവറാണ്. ആ വാർത്ത ഉണ്ണിയാർച്ചയെ സ്തബ്ധയാക്കി. തളം കെട്ടിയ രക്തത്തിന്റെ നടുവിൽ നിന്ന് ആർച്ച എഴുന്നേറ്റു. അവളുടെ ശബ്ദം ആ മുറ്റത്തൊരു ഇടിമുഴക്കം പോലെ മുഴങ്ങി. എന്റെ ചോരയാണ്, എന്റെ പ്രാണനാണ് ഈ മണ്ണിൽ കിടക്കുന്നത്. ഇതിന് പകരം ചോദിക്കാതെ പുത്തൂരം വീട്ടിലെ പെണ്ണുങ്ങൾ ഇനി മുടിയിൽ എണ്ണ തൊടില്ല, ഈ നെഞ്ചിലെ തീ അണയില്ല. അത് വെറുമൊരു ശബ്ദം മാത്രമായിരുന്നില്ലെന്ന് ആർച്ച തെളിയിച്ചു. ചന്തുവിനെ കൊല്ലാനായി അവൾ വർഷങ്ങൾ കാത്തിരുന്നു. ആ പ്രതികാരം തന്റെ അടുത്ത തലമുറയിലേക്കും അവൾ പകർന്നു നൽകി. ആരോമലിന്റെ മകൻ കണ്ണപ്പനുണ്ണിയും തന്റെ സ്വന്തം മകൻ ആരോമലുണ്ണിയും അവളുടെ തണലിൽ വളർന്നു. ആർച്ചയുടെ കർശനമായ ശിക്ഷണത്തിൽ ആ കുട്ടികൾ ആയുധവിദ്യകൾ അഭ്യസിച്ചു. കളരിയിലെ കഠിനമായ പരിശീലനങ്ങൾക്കിടയിൽ അവർ തളർന്നു വീഴുമ്പോൾ അവൾ അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു ആരോമൽ ചേകവരോട് ചന്തു ചെയ്ത ചതിയെക്കുറിച്ച്. നിങ്ങളുടെ സിരകളിൽ ഓടുന്നത് പുത്തൂരം വീട്ടിലെ ചോരയാണ്. അതിന്റെ തീ ചന്തുവിന്റെ നെഞ്ചിലെ ചോര കണ്ടാലേ അണയാൻ പാടുള്ളൂ. ഒരമ്മയുടെ വാത്സല്യത്തെക്കാൾ ഒരനുജത്തിയുടെ പ്രതികാരമായിരുന്നു അവളിൽ അപ്പോൾ കണ്ടിരുന്നത്. ആരോമലുണ്ണിയും കണ്ണപ്പനുണ്ണിയും പിന്നീട് ഓരോ ദിവസവും വാളെടുത്തത് ചന്തുവിനോടുള്ള പക തീർക്കാൻ വേണ്ടിയാണ്. വർഷങ്ങൾ വേഗം കടന്നുപോയി. കുട്ടികൾ യൗവനത്തിലേക്ക് കടന്നു. അസാമാന്യരായ പോരാളികളായി അവർ മാറി. ഒടുവിൽ അവർക്ക് അംഗം വെട്ടാനുള്ള പ്രായമായി. ആരോമലുണ്ണിയും കണ്ണപ്പനുണ്ണിയും ചന്തുവിനെ തേടി പുറപ്പെടാൻ തയ്യാറായി. അവരെ യാത്രയാക്കാൻ ആർച്ച മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. പഴയ ആർച്ചയായിരുന്നില്ല അവളിപ്പോൾ. തലമുടി നരച്ചിട്ടുണ്ട്, മുഖത്ത് കാലത്തിന്റെ ചുളിവുകൾ വീണിട്ടുണ്ട്. പക്ഷെ ആ കണ്ണിലെ തീക്ഷ്ണത അതൊട്ടും കുറഞ്ഞിട്ടില്ല. അവൾ അവർക്ക് സ്വന്തം കൈകൊണ്ട് വാളുകൾ എടുത്തു കൊടുത്തു. എൻ്റെ ചേട്ടന്റെ ചോര വീണ മണ്ണാണ്. അവൻ അനുഭവിച്ച വേദനയുടെ 1000 ഇരട്ടി വേദന ആ ചതിയൻ അനുഭവിക്കണം. തോറ്റുമടങ്ങാനാണെങ്കിൽ ഈ പുത്തൂരം വീട്ടിലേക്ക് ഇനി നിങ്ങൾ കാലുകുത്തരുത്. ഇതായിരുന്നു അവളുടെ അവസാനത്തെ വാക്ക്. ചന്തു അപ്പോഴേക്കും വലിയൊരു പ്രമാണിയായി മാറിയിരുന്നു. ആയോധന കലയിലായാലും അതിവിദഗ്ധൻ തന്നെ. തന്നോട് പ്രതികാരം ചോദിക്കാൻ ആർച്ച പറഞ്ഞുവിട്ട കുട്ടികളെ കണ്ടപ്പോൾ ചന്തുവിന് പരിഹാസമാണ് തോന്നിയത്. എന്നാൽ ഉണ്ണിമാരും ചന്തുവും തമ്മിലുള്ള പോരാട്ടം വടക്കൻ കേരളം കണ്ട് ഏറ്റവും വലിയ അംഗങ്ങളിലൊന്നായി മാറി. ചന്തുവിന്റെ അനുഭവ സമ്പത്തും തന്ത്രങ്ങളും ഉണ്ണിമാരുടെ യൗവനത്തിന്റെ കരുത്തും വേഗതയും തമ്മിലുള്ള പോരാട്ടം. പലപ്പോഴും ചന്തു വിജയിക്കുമെന്ന് തോന്നിയ നിമിഷങ്ങളുണ്ടായി. എന്നാൽ ആ സമയത്തൊക്കെ ഉണ്ണിമാരുടെ കാതുകളിൽ മുഴങ്ങിയത് ആർച്ചയുടെ വാക്കുകളായിരുന്നു. അതവർക്ക് പുതിയൊരു ഊർജം നൽകിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ സുദീർഘമായ ഒരു പോരാട്ടത്തിന് ശേഷം ചന്തുവിനെ ആരോമലുണ്ണിയും കണ്ണപ്പനുണ്ണിയും ചേർന്ന് പരാജയപ്പെടുത്തി. അവർ അയാളെ വധിച്ചു. ചന്തുവിന്റെ മരണം ഒരു പ്രതികാരത്തിന്റെ പൂർത്തീകരണം മാത്രമായിരുന്നില്ല, കാലത്തിന്റെ കാവ്യനീതി കൂടിയായിരുന്നു. ചന്തുവിന്റെ ചോര പുരണ്ട വാളുമായിട്ടാണ് ഉണ്ണിമാർ പുത്തൂരം വീട്ടിലേക്ക് തിരിച്ചു വന്നത്. അവർ ആ വാൾ ഭക്തിയോടെ ആർച്ചയുടെ കാൽക്കൽ വച്ചു. വർഷങ്ങളായി അവരുടെ ഉള്ളിൽ എരിഞ്ഞിരുന്ന പ്രതികാരത്തിന്റെ തീ അന്നാണ് അണഞ്ഞത്. ആ കണ്ണുകളിൽ നിന്ന് ആദ്യമായി കണ്ണുനീരൊഴുകി. അത് സന്തോഷത്തിന്റെയോ സങ്കടത്തിന്റെയോ എന്നതിനേക്കാൾ വലിയൊരു ഭാരമിറക്കി വെച്ചതിന്റെ ആശ്വാസമായിരുന്നു. അവൾ ആകാശത്തേക്ക് നോക്കി കൈകൾ കൂപ്പി. പ്രിയപ്പെട്ട ചേട്ടന് നൽകിയ വാക്ക് താൻ പാലിച്ചിരിക്കുന്നു. ചരിത്രം പുരുഷന്മാരുടേത് മാത്രമായിരുന്നില്ല എന്ന് അവൾ കാലത്തോട് വിളിച്ചു പറയുകയായിരുന്നു. അത് സ്വന്തം ചോരയ്ക്ക് വേണ്ടി പോരാടിയ, നീതിക്ക് വേണ്ടി പടവാളേന്തിയ പുത്തൂരം വീട്ടിലെ പെൺസിംഹത്തിൻ്റെത് കൂടിയായിരുന്നു. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന വടക്കം പാട്ടിലെ ഉണ്ണിയാർച്ചയുടെ വീരഗാഥ ഇന്നും നമ്മളെ ആവേശം കൊള്ളിച്ചുകൊണ്ടിരിക്കുന്നു.